തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥികളായ കാരായി രാജൻ, കെ പി സാജു, ഒ നിതീഷ് എന്നിവർ പങ്കെടുത്തു. വികസനത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് തലശ്ശേരി മണ്ഡലത്തിലെ LDF, UDF, NTA സ്ഥാനാർത്ഥികൾ തലശ്ശേരി ആരുന്നൈക്കും സ്ഥാനാർത്ഥികളുമായുള്ള മുഖാമുഖത്തിൽ പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് നേടുമെന്ന് LDF സ്ഥാനാർത്ഥി കാരായി രാജൻ പറഞ്ഞു. ജനറൽ ആശുപത്രി കണ്ടിക്കലിലേക്ക് മാറിയാൽ ആശുപത്രിയുള്ള സ്ഥലം സാംസ്കാരിക വിനോദ ഇടമാക്കും. എഞ്ചിനീയറിംഗ് കോളേജിൽ IT സംരംഭം, പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണം എന്നിവയും കാരായി പറഞ്ഞു. ശാസ്ത്രീയമായ മാർഗങ്ങൾ ഒന്നുകൂടി ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണിച്ചിറ തോട് പലയിടത്തും ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് കെട്ടി സംരക്ഷിക്കുക, ഒഴുക്ക് സുഗമമാക്കുക, അത് നഗരവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ തീരദേശത്ത് നിലനിൽക്കുന്ന ഔപചാരികരുടെ പ്രശ്നങ്ങൾ ഞാൻ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ പ്രശ്നത്തിന് കൊച്ചിയിലെ ചെല്ലാനത്ത് പരിഹാരം കണ്ടത്. അപ്പോൾ കടൽ തീരത്തിന് ഒരു ചെല്ലാനം മോഡൽ, അത് വലിയ പ്രൊജക്റ്റായിരിക്കും, കോടികളുടെ ബാധ്യത വരുന്നൊരു സംഭവമായിരിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മുടെ നഗരവുമായി ചേർന്ന് നിൽക്കുന്ന തീരത്തെ സംരക്ഷിക്കുക, അത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ മലബാർ ക്യാൻസർ സെന്റർ, അതിന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി മാത്രമല്ല ഒരു റിസർച്ച് സെന്ററായിട്ട് അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറിയിട്ടുണ്ട്. അപ്പം അതിനെ ഒരാഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുക, അത് നമ്മുടെ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഓങ്കോളജി യൂണിവേഴ്സിറ്റി അവിടെ ആരംഭിക്കാൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അമ്മയും കുഞ്ഞും അവിടത്തേക്ക് മാറ്റും. അതുപോലെ ജനറൽ ആശുപത്രിയുടെ സംവിധാനങ്ങളൊക്കെ കണ്ടിക്കിലേക്ക് മാറുമ്പോൾ തലശ്ശേരിക്കൊരു മെഡിക്കൽ ഹബ്ബ്, പൊതുമേഖലയിൽ ഒരു മെഡിക്കൽ ഹബ്ബ് കണ്ടിക്കൽ മേഖലയിലുണ്ട്. അപ്പോൾ അവിടെ നഗരത്തിൻ്റെ വികസനം അങ്ങോട്ടേക്ക് കൂടി വ്യാപിക്കും. പിന്നെ ഇതുപോലെ തന്നെ ഈ നഗരത്തിൽ നല്ല ഒഴിവുവേള, വിനോദ ദിവസം, പാർക്കുകൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഷംസീർ മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഹെറിറ്റേജ് ടൂറിസം പദ്ധതി കോടിയേരിയുടെ കാലത്ത് ആരംഭിച്ചത്. അപ്പം അതിപ്പോൾ വാക്വേ അടക്കമുള്ള കാര്യങ്ങൾ പണി ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് ആകാശപാത കൂടി വരും. അതിനനുബന്ധമായി തന്നെ നമുക്കിപ്പോൾ ജനറൽ ആശുപത്രി അവിടെ നിന്ന് മാറുമ്പോൾ വിശാലമായ ഒരിടം നമുക്ക് കിട്ടും. അത് മുനിസിപ്പാലിറ്റിക്ക് കൈമാറേണ്ടതാണ്. മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ് ഇപ്പോൾ ആശുപത്രിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലം ഒരു വലിയ സാംസ്കാരിക വിനോദ ഇടമായി നഗരത്തിലുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നഗരത്തിലേക്ക് കൂടുതൽ ആളുകൾ വരും, നഗരത്തിലെ വ്യാപാര സംരംഭങ്ങൾ ശക്തിപ്പെടും. സ്നേഹത്തിന്റെ രാഷ്ട്രീയവും ഹൃദയബന്ധവും ഉണ്ടാക്കുന്ന രാഷ്ട്രീയവുമാണ് വേണ്ടതെന്ന് UDF സ്ഥാനാർത്ഥി KP സാജു പറഞ്ഞു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമാണ് ലക്ഷ്യം. പൈതൃക നഗരമായ തലശ്ശേരിയുടെ പ്രാധാന്യം നിലനിർത്താനുള്ള പദ്ധതി വേണമെന്നും സാജു പറഞ്ഞു. അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ഇതുവരെ ഇവിടെ നിന്നും കടന്നുപോയ ആളുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മാറേണ്ടത് അനിവാര്യമാണ്. തലശ്ശേരി എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ആളുകളുടെ മണ്ണാണ്. ഒരുപാട് കുട്ടികൾ, അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒക്കെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ നാടാണ്. പട്ടിണി കിടന്നിട്ടായാലും കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ നാടാണ്. പണ്ട് മുതലേ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ കേരളത്തിലെ ഓരോ പട്ടണം എടുത്തു നോക്കിയാൽ കോളേജ് ഇല്ലാത്തൊരു പട്ടണം, ഒരു കലാലയം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമില്ലാത്ത ഒരു പട്ടണം ഏതാണ്? എന്റെയും നിങ്ങളുടെ തലശ്ശേരിയാണ്. ഒരു കലാലയം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ എവിടെയാ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് പുറത്തേക്കാണ്. ഒരു കുട്ടിക്ക് പോലും ഉന്നത വിദ്യാഭ്യാസം പഠിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യവും തലശ്ശേരിയിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ തലകുനിക്കേണ്ടതാണ് തലശ്ശേരിയെ സംബന്ധിച്ച്. കാരണം ഗുണ്ടത്തിനെ പോലെയുള്ള ആളുകളൊക്കെ, വെണ്ണൻ സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ
ജീവിച്ച് കടന്നുപോയ ഒരു മണ്ണിൽ ഒരു കലാലയമില്ല എന്നുള്ളത് നമുക്ക് എത്രമാത്രം നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗത്തെ കാണുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. രണ്ട്, നേരത്തെ പറഞ്ഞു IT. എത്രയോ കുട്ടികൾ IT-യുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ IT-യുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനവും നമ്മുടെ നാട്ടിലില്ല. കുട്ടികൾ എവിടേക്കാണ് പോകുന്നത്? കുട്ടികൾ എവിടേക്കാണ്? ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള കുട്ടികൾ എവിടേക്കാണ് അവർക്ക് ജോലി സംബന്ധമായി? തലശ്ശേരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൈതൃക നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ആ പൈതൃക നഗരം അത് ചന്തുമേനോന്റെ നാട്, സഞ്ജയന്റെ നാട്, ഊരാച്ചേരി ഗുരുക്കന്മാരുടെ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് ഖാലിദ് ഉണ്ടർട്ടിൻ്റെത്, ബ്രണ്ണൻ സാഹിബ്, എത്രയോ ആളുകൾ പൈതൃകമായി നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പൈതൃകങ്ങളൊന്നും നിലനിർത്തുന്നത് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമുക്ക് വേണ്ടത് തലശ്ശേരിയുടെ പ്രാധാന്യം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വികസനത്തിന്റെ രാഷ്ട്രീയം വേണമെന്ന് NDA സ്ഥാനാർത്ഥി O നിതീഷ് പറഞ്ഞു. മോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കേരളവും ഒപ്പം ചേരണം. നഗരം പരിഷ്കരിക്കണം, ഗതാഗതക്കുരുക്ക് പരിഹരിക്കണം, തരിശുഭൂമി കൃഷി യോഗ്യമാക്കണമെന്നും O നിതീഷ് പറഞ്ഞു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കേരളവും ഒപ്പം ചേരണം, തലശ്ശേരിയും ഒപ്പം ചേരണം എന്നുള്ളതാണ്. ഇതിൽ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, തലശ്ശേരിയുടെ നഗരത്തിന്റെ ചരിത്രവും പൗരാണികവുമായിട്ടുള്ള പാരമ്പര്യത്തെ കുറിച്ചുകൂടെ സൂചിപ്പിച്ചു. ആദ്യമേ തന്നെ ഈ തലശ്ശേരിയുടെ ഇപ്പോഴത്തെ ഈ സിറ്റി അതൊരു ആധുനിക സമൂഹത്തിന് യോഗ്യമായിട്ടുള്ള തരത്തിലുള്ളതല്ല. അത് പരിഷ്കരിക്കപ്പെടണം. എൻ്റെ ഒരു വലിയ ആഗ്രഹം, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും തലശ്ശേരിയിലും ജയിക്കുകയാണെങ്കിൽ, ഭരണത്തിൽ വരികയാണെങ്കിൽ, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അതിന്റെ നേതൃത്വത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ പൂർണ്ണമായും തയ്യാറാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക കാലത്ത് എങ്ങനെയാണ് ടൗൺഷിപ്പ് വരേണ്ടത് അതിനുള്ള ഒരു നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മുടെ തലശ്ശേരി വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ പിൻ സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കേരളത്തിൽ പുറത്ത് നമ്മൾ ആന്ധ്രാപ്രദേശും സെക്കൻഡറാബാദും ഒക്കെ നോക്കുന്ന സമയത്ത് സെക്കൻഡറാബാദും ഹൈദരാബാദും രണ്ട് സിറ്റികളായിരുന്നു. പക്ഷെ അത് കൂട്ടിയോജിപ്പിച്ചപ്പോൾ വലിയ ഒരു മുന്നേറ്റത്തിന് ആ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒറീസ സ്റ്റേറ്റിൽ ഭുവനേശ്വറും കട്ടക്കും രണ്ട് സിറ്റികളായിരുന്നു. അവിടുത്തെ ഗവൺമെന്റുകൾ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അത് കൂട്ടിയോജിപ്പിച്ചപ്പോൾ ആ സംസ്ഥാനത്തിന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റി. ആ സിറ്റിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ തലശ്ശേരിയും കണ്ണൂരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു തലശ്ശേരി കണ്ണൂർ കോറിഡോർ നിർമ്മിക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കുകയും അത് വലിയ സാധ്യത തുറന്നു തരും. അത്